അധികാരമേൽക്കും മുൻപ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്ന് ഹമസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബന്ദികളിൽ ഒരാളായ ഒമർ ന്യൂട്ര ഇന്നലെ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിനായി ട്രംപ് ഇടപെടണമെന്ന ആവശ്യം ഇസ്രായേലിൽ ഉയർന്നിരുന്നു. ഒക്ടോബർ 7 ബന്ദിയാക്കിയ ഒമർ ന്യൂട്ര എന്ന ഇസ്രായേൽ പൗരൻ ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു. 100ഓളം ബന്ദികൾ ഇപ്പോഴും തടവിൽ കഴിയുകയാണ്. 400-ലേറെ ദിവസം കഴിഞ്ഞിട്ടും ബന്ദികളുടെ മോചനം പൂർണ്ണമായും സാധ്യമായിട്ടില്ല. ഇന്നലെ തടവിൽ കഴിയുന്ന ഈഡൻ അലക്സാണ്ടറുടെ വീഡിയോ ഹമസ് പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെടണമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ആദി അലക്സാണ്ടർ പൊതുവേദിയിൽ ആവശ്യപ്പെട്ടു. ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചതോടെ ട്രംപ് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നതിന് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് ട്രംപ് ഹമസിന് മുന്നറിയിപ്പ് നൽകി. ജനുവരി 20-നാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. അതിനു മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കൃത്യമായി ട്രംപ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണത്തിലെത്തുന്ന ആദ്യ ദിവസം ട്രംപ് ഇടപെടാൻ സാധ്യതയുള്ള അന്താരാഷ്ട്ര വിഷയം ബന്ദികളുടെ മോചനം തന്നെയായിരിക്കുമെന്ന് സൂചനയും ഇതോടെ പുറത്തുവന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.